നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടത് സർക്കാർ ജനവിരുദ്ധ കാര്യങ്ങൾ കൈകൊള്ളുമ്പോൾ തന്നെ ആളെ കയ്യിലെടുക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണം വഴിയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ കുറച്ചു പണം വിതരണം ചെയ്ത സർക്കാരിന് മുൻപിൽ ഇതുവരെയുള്ള കുടിശ്ശികകൾ വെല്ലുവിളിയായി തുടരുകയാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ പ്രതിസന്ധി പണക്കുറവ് മൂലം കൂടുതൽ ഗുരുതരമാവുകയാണ്. ഈ മാസം കൂടിയാകുമ്പോൾ 6 മാസത്തെ പെൻഷൻ കുടിശ്ശികയാവും ഇത് കൊടുത്തു തീർക്കാൻ 4800 കോടി രൂപ വേണം. എന്നാൽ സർക്കാരിന്റെ പക്കൽ ഈ തുകയില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. സാമ്പത്തിക സ്ഥിതി ഗുരുതരമായി തുടരുമ്പോൾ പണം എങ്ങനെ കണ്ടെത്തുമെന്നതാണ് പ്രശ്നം. ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഏപ്രിലിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ഗഡുവായ 1600 രൂപ നൽകി. എന്നാൽ ഇത് കഴിഞ്ഞ വർഷം നവംബറിൽ കുടിശ്ശികയായിരുന്നു. ഈ മാസവും അടുത്ത ആഴ്ചയോടെ ഒരു ഗഡു നൽകാൻ ധനവകുപ്പ് തയ്യാറെടുക്കുന്നുണ്ട്. അത് ഡിസംബറിൽ നൽകേണ്ടതായിരുന്നു. മാസം തോറും പെൻഷൻ നൽകി വിതരണം ക്രമത്തിലാകുമെന്നാണ് സർക്കാർ വാഗ്ദാനം. എന്നാൽ ഓരോ ഗഡു മാത്രം നൽകിയാൽ കുടിശ്ശിക അങ്ങനെ തന്നെ നിൽക്കും. ഉത്സവാവസരങ്ങളിലോ മറ്റോ 2 ഗഡുക്കൾ നൽകിയാലും കുടിശ്ശിക അടുത്തൊന്നും തീരില്ല. 2 ഗഡു ഒരുമിച്ച് നൽകുന്നതിനെ പറ്റി ചിന്തിക്കാൻ സാമ്പത്തിക പ്രതിസന്ധി അനുവദിക്കുന്നുമില്ല. ക്ഷേമ പെൻഷൻ നൽകുന്നതിനെ രൂപവൽക്കരിച്ച കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് വായ്പ എടുത്തതാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. കമ്പനിയുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന പണം 1 ഗഡു കൂടി നൽകാൻ തികയുമായിരുന്നു. എന്നാൽ സാമ്പത്തിക വർഷാവസാനം ട്രഷറിയിൽ പണമില്ലാതെ വന്നപ്പോൾ ഈ പണം അവിടേക്ക് മാറ്റി. ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ്. ഈ പണം തിരിച്ചെടുക്കാനാവില്ല. മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്ന് വരുമാനം എത്തിയാലേ ഈ പണം കമ്പനിക്ക് തിരിച്ചു കിട്ടൂ. എന്നിട്ട് വേണം ഈ മാസം പെൻഷൻ നൽകണമെന്നതാണ് അവസ്ഥ. അതിനിടെ സർക്കാർ ജീവനക്കാർ വിരമിക്കുന്ന വേളയിൽ പണം നൽകാൻ പണമില്ലാത്ത അവസ്ഥയിലാണ് സർക്കാർ. 2024-25 സാമ്പത്തിക വർഷത്തിൽ 25,000-ഓളം പേരാണ് സർക്കാർ ജോലിയിൽ നിന്ന് വിരമിക്കുക. ഇതിൽ 20,000 പേർ വിരമിക്കുന്നത് മെയ് മാസത്തിലാണ്. ശരാശരി ഒരാൾക്ക് വിരമിക്കുമ്പോൾ 40 ലക്ഷത്തോളം രൂപ സർക്കാർ നൽകേണ്ടതുണ്ട്. 20,000 പേർക്ക് ഇത്രയും തുക നൽകാൻ കുറഞ്ഞത് 8,000 കോടി വേണം. ഈ സാഹചര്യത്തിലാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ സർക്കാർ ആലോചന തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ കടമെടുത്താണ് കേരളം മുൻപോട്ട് പോകുന്നത്. ഏകദേശം 38,000 കോടിയാകും കടമെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ ഈ വർഷം അനുവദിക്കാൻ പോകുന്ന പരിധി. ഇതിൽ 10,000 കോടിയിലധികം പെൻഷൻ ആനുകൂല്യം നൽകേണ്ടി വരുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കും. കിഫ്ബിയുടെയും മറ്റു ഫണ്ടുകളുടെയും കടമെടുക്കൽ കണക്കും സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ കേരളത്തിന് അനുവദനീയമായ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി 25,000 കോടിയായി ചുരുങ്ങാനും സാധ്യതയേറെ. അങ്ങനെ 25,000 കോടി മാത്രം കടമെടുക്കാനാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പെൻഷന് വേണ്ടി അതിൽ പകുതിയോളം കൊടുക്കുന്നതിലെ പ്രതിസന്ധി ചിന്തിക്കാനാകുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ടുകൂടിയാണ് പെൻഷൻ പ്രായം ഉയർത്തി ഈ തുക വികസന ആവശ്യത്തിലേക്ക് മാറ്റാനുള്ള ആലോചന. സാമൂഹിക ക്ഷേമ പെൻഷനും മറ്റും മുടങ്ങുന്ന സാഹചര്യം സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായയും ബാധിക്കും. യുവാക്കൾക്ക് ജോലി നഷ്ടമുണ്ടാകില്ലെന്ന സന്ദേശം നൽകി പെൻഷൻ പ്രായം ഉയർത്തേണ്ട സാഹചര്യമുണ്ടെന്നാണ് വിലയിരുത്തൽ.